നമ്മുടെ ഇന്നത്തെ യാത്ര അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്, ആമിഷ് വില്ലേജ്. നമ്മൾ ഇതിനു മുമ്പ് അവിടെ പോയിട്ട് അവരുടേതായ ഒരു കുതിരവണ്ടിയിലൊക്കെ സവാരിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അന്ന് കാണാത്ത കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. അന്ന് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ധൃതി പിടിച്ചാണല്ലോ നമ്മളന്ന് പോയിട്ടുണ്ടായ. അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോകാം, അവിടുത്തെ കാണാത്ത കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. പോരാത്തതിന് ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട്. എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും മഴയൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി സമയം കളയണ്ട, പോകാം. പെൻസിൽവാനിയ സ്റ്റേറ്റിൽ കൂടിയൊക്കെ പോകുമ്പോൾ അറിയാലോ, അടിപൊളി കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ കണ്ട് പോകാം. ചെറി ബ്ലോസം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം 1-2 ആഴ്ചകൾക്ക് ശേഷം ഉണ്ടാകും നമ്മൾ ഈ ഒരു ആമിഷ് വില്ലേജിലേക്ക് പോണത്. അത്യാവശ്യമായിട്ട് ആമിഷ് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു 2 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് അവിടെ വരെ പോണത്. പക്ഷേ ഇറങ്ങിയ ദിവസമാണെങ്കിൽ പതിവില്ലാത്ത മഴയും, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റണില്ല. ഇടയ്ക്കൊന്ന് നിന്നെങ്കിലും വീണ്ടും ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെ ശക്തമായിട്ടുള്ള മഴയൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി കാഴ്ച കാണാനോ ഒന്ന് ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും നമുക്ക് വണ്ടിയിലിരുന്ന് കാഴ്ചകളൊക്കെ കാണാമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതേ പെൻസിൽവാനിയ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇരുമ്പ് പാലത്തിലേക്ക് കൂടിയാണ് പോണത്. ഇപ്പം മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാപമൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചെറി ബ്ലോസം കാണാൻ പോയപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നില്ലേ. പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും പച്ചപ്പൊക്കെ അങ്ങോട്ട് ആകെ നിറഞ്ഞ് എന്ത് ഭംഗിയാണ് നോക്ക് കാണാനായിട്ട്. ഈ ഒരു ടൈമിലാണ് കേട്ടോ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും ഭംഗി തോന്നുക. എത്ര കണ്ടാലും മതി വരില്ല. നമ്മൾ ഈ വണ്ടിയിലിരുന്ന് അങ്ങോട്ട് നിന്ന് പോയാൽ മതി, വേറെ എവിടെയും ഇറങ്ങണ്ട. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണുക. നമ്മൾ ഈ ഇടുക്കിയിലേക്കൊക്കെ പോണ പോലെയൊക്കെ ഒരു സാമ്യമൊക്കെ തോന്നും. ഈ കാണുന്ന കാടിൻ്റെ ഇടയിലൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഇലകളൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ശരിക്കും വീട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മൂടിപ്പോയി. ഈ മരങ്ങളിൽ ആകെ ഇല വന്നതിന് ശേഷം ആകെ ഒന്നും കാണാൻ പറ്റൂല. പക്ഷെ നല്ല ഭംഗിയാട്ടോ അതൊക്കെ. അതിൻ്റെ ഇടയിലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ പൂവൊക്കെ അങ്ങോട്ട് മൊത്തത്തിലായി തുടങ്ങിയല്ലോ, അതിൻ്റെ ഒരു ലുക്ക് വേറെ. പക്ഷേങ്കിൽ എത്ര പച്ചപ്പ് ഹരിതാപമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടുത്തെ തണുപ്പൊന്നും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. എന്തായാലും മെയ് ലാസ്റ്റ് വരെയും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കണത്. ജൂണിൽ ഇനിയിപ്പോൾ ഈ സമ്മറൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ ആവും കേട്ടോ. ഇത്രയും നാളത്തെ പോലെയല്ല, ഇനിയാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാനും ഒക്കെ പോണത്. പോരാത്തതിന് ഫാമുകളൊക്കെ അതൊക്കെ ഓപ്പൺ ആവണ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്മർ സീസണിലാണ്. ബീച്ചുകൾ അങ്ങനെ ഇവിടെ അമേരിക്കയിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകൾ ഓപ്പൺ ആവണത് ഈ ഒരു സമ്മറിലായിരിക്കും. നമുക്കിനി ഓരോ കാഴ്ചകളൊക്കെ ആയിട്ട് പതിവ് പോലെ പറ്റണ പോലെയൊക്കെ കാണാം. തോട്ടങ്ങളൊക്കെ ഇത് കണ്ടില്ലേ, ഓരോന്നായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ആമിഷിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് കൂടുതലൊന്നും അങ്ങനെ ഇറങ്ങി കാഴ്ചകൾ കാണിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഈ വണ്ടിയിലിരുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും നല്ല ഭംഗിയാട്ടോ. ആമിഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഫുള്ള് തോട്ടങ്ങളും ഒക്കെ ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ആമിഷിൽ വന്ന സമയത്ത് ഈ കുതിര സഫാരി മാത്രമല്ല കേട്ടോ, നമ്മളൊരു ട്രെയിൻ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോണത്. നമ്മളപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തീരുമാനിച്ചാണ്ട് ഏതായാലും ഇറങ്ങിയല്ലേ, അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ പതിപോലെ തന്നെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. സമയമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു മനുഷ്യനേ ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലക്ഷ്യം മന്തി തന്നെയായിരുന്നു. പക്ഷേ നേരം വൈകിക്കൊണ്ട് മന്തിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള മീറ്റ് വിത്ത് റൈസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. ഈ ഒരു റൈസ് എന്ത് ടൈപ്പിലാണ് അവർ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. കൂടെ നമ്മൾ ഷവർമ ഓർഡർ ചെയ്തായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരു ഇറാൻ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നല്ലേ. പാത്തൂന് എന്താടി കിട്ടിയത്? കുട്ടികൾക്കൊക്കെ അവിടെ ഓരോ ടോയ്സ് വെച്ച് കൊടുക്കണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയതാണ് പാത്തൂന്. എന്തായാലും പാത്തു ഹാപ്പി.
ഇനി നമുക്ക് ആമിഷുകാരെ കുറിച്ച് പറയാം. എന്താണ് ആമിഷുകാർ? അതായത് ടെക്നോളജി, കാറുകൾ, വൈദ്യുതി ഇതൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ആമിഷുകാരെന്ന് പറഞ്ഞത്. അവർ കൃഷി അതുപോലെ തന്നെ അവരുടേതായ കുറേ കൈത്തൊഴിലുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കണത്. പ്രത്യേകിച്ച് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയാം. അതായത് ഈ വൈദ്യുതി, ടി വി, സോഷ്യൽ മീഡിയ അതൊന്നും അവർ കൂടുതലായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ അവരുടെ വാഹനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരവണ്ടിയാണ്. പിന്നെ ഈ മറ്റേ ചവിട്ടാത്ത ടൈപ്പുള്ള സൈക്കിളില്ലേ, അതൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിരവണ്ടി സഫാരി നടത്തി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിട്ട് അവരുടെ കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ അവരുടെ സ്കൂളുകൾ, വീടുകൾ അതൊക്കെ നമ്മളെ കാണിച്ചു തരും. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അതൊന്നും കാണിക്കണമൊന്നുമില്ല. ഇതേ കണ്ടില്ലേ കുതിരവണ്ടി? ഇതെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ പോണ കുതിരവണ്ടി ഒന്നും അല്ല കേട്ടോ. അത് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വാഹനമാണത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുതിരവണ്ടികൾ നമുക്ക് ഇഷ്ടമാതിരി കാണാൻ പറ്റും. പിന്നെ അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. ഇവിടെ വന്ന് ചിലപ്പോൾ ഒരാഴ്ചയോളമൊക്കെ താമസിക്കും. നമുക്ക് Airbnb വഴി വീടുകളൊക്കെ ഇവിടെ ഇഷ്ടമാതിരി സ്ഥലങ്ങളിൽ കിട്ടാനുണ്ട്. നമ്മൾ പിന്നെ അവിടെയൊന്നും അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വൺ ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയൊരു ഏരിയ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ വന്ന് അങ്ങനെ താമസിക്കാത്തത്. ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കേണ്ട. സാധാ ഒരു സൂപ്പർ മാർക്കറ്റാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. സൂപ്പർ മാർക്കറ്റ് സാധാരണമാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് ഇവരുടേതായ കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആമിഷുകാരുടെ. നമ്മൾ അതൊക്കെ വാങ്ങി. പക്ഷേ എങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി ആകെ ഒരു തിക്കും തിരക്കായതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി ഇറങ്ങി. അപ്പോൾ ഇവിടെ ഈ ആമിഷുകാരുടെ കുറേ ഈ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളൊക്കെ കിട്ടും. ആ കടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഇവരുടെ കുറേ ഈ എന്താ പറയുക, അവർ തന്നെ ഉണ്ടാക്കണ കുറേ ക്രാഫ്റ്റ് ഐറ്റംസുകൾ, ഫർണിച്ചർ അതൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അത്തരം കടകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ സാധിക്കുക, അതേ ഇത് കണ്ടില്ലേ, ഇത് ഇവരുടേതായ ഒരു എന്താ പറയുക, ഒരു മ്യൂസിയം പോലത്തെ ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേനും ടൈം പോയിട്ടുണ്ടായിരുന്നത് 5 മണിയാകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. അവിടെ ഒരു ബസ് പോലത്തെ ഒരു സംഗതി കണ്ടില്ലേ, ആ ബസ്സിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ സഫാരിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് കുതിരവണ്ടിയിൽ സഫാരി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അതിലൊന്നും അങ്ങനെ കയറാൻ നിന്നില്ല. എല്ലാം ഒരേ കാഴ്ചകൾ തന്നെയാണല്ലോ കാണുക. പിന്നെ ആ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അവരുടെ വീട് പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ അകത്തുള്ള ഫർണിച്ചറുകൾ, പിന്നെ അവരുടെ ഡ്രസ്സ്, അവരുടെ പാത്രങ്ങൾ, അങ്ങനെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുക. പിന്നെ കുറേ ഫാമുകളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആമിഷ് വില്ലേജിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആമിഷിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇനിയും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വരാം അല്ലേ. അപ്പോൾ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.